അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടൊരു സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം തന്നെ ഇവിടെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷെഡിലാണ് ഈ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 3-4 ദിവസം മുമ്പ് രേണു സുധി ഒരു ടോപ്പിക്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറേ പേര് അത് കണ്ടു കാണും. അപ്പോൾ ഈ പറയുന്ന രേണു സുധി ടോപ്പിക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ ഡിസ്ക്ലൈമർ കൊടുക്കുന്നത് പോലെ ഫസ്റ്റ് തന്നെ പറയുന്ന കാര്യമാണ്, രേണു സുധി ടോപ്പിക്ക് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോകാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒരു 3-4 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് രേണു സുധി ഇപ്പോൾ ദുബായിലാണ്. രേണു സുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സുധി ചേട്ടൻ്റെ മൂത്ത മകനായിട്ടുള്ള രാഹുൽ എന്ന കിച്ചു സുധി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണു സുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് രേണുവിൻ്റെ സ്വഭാവം കുറച്ച് ഒന്ന് എക്സ്പോസ് ചെയ്ത് കിച്ചു കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബന്ധപ്പെട്ടുകൊണ്ട് രേണു സുധി നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഉദ്ഘാടനവും റീൽസും പ്രോഗ്രാമുകളും ഷൂട്ടിംഗ് ഒക്കെ തീർന്ന് സമാധാനമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ആദ്യം സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഇന്നലെ രേണു സുധി ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് കിച്ചുവിനെ ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം, അതിനുശേഷം സംസാരിക്കാം. ഈ വ്ളോഗേഴ്സും വ്യൂവേഴ്സും ഭയങ്കരമായിട്ട് രേണുസുധിയുടെ ലൈഫിലേക്ക് കടന്നു തോന്നുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അവർക്കെതിരെ ഡിഫമേഷൻ ഫയൽ ചെയ്തിട്ടില്ലേ? അവർക്കെതിരെ ഒരുപാട് കേസ് കൊടുത്ത് എന്ത് ഒരു പ്രയോജനമില്ല, കൊടുത്തോണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ഒരു വ്ളോഗറിന്റെ പേര് ഞാൻ പറയുന്നില്ല, അവർക്ക് റീച്ച് ആകും, അറിയാലോ. വെറും വൃത്തികെട്ട സ്ത്രീയാണ് അവര്. കുടുംബജീവിതം ആരുടെയൊക്കെ കുടുംബജീവിതത്തിൽ കീറുന്നു, അവരുടെ എല്ലാം കുടുംബം നശിപ്പിച്ച് നാറാണക്കല്ല് പിടിക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീയുണ്ട്. അവരാണ് ഇതിനകത്ത് മുഴുവൻ കളിച്ചിരിക്കുന്നത്. അവരും കുറച്ച് ആൾക്കാർ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ രേണുസുധിയുടെ വെച്ച് കഴിഞ്ഞാൽ റീച്ചാണ്. ഞാൻ പറഞ്ഞില്ല, 22 വയസ്സുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ 22 വയസ്സുള്ള യുവാവാണ് കിച്ചു. കിച്ചുവിനിപ്പോ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാറായി. അപ്പൊ അവൻ ചെയ്യട്ടെ, അവന്റെ അഭിപ്രായങ്ങൾ പറയട്ടെ. എനിക്ക് എന്തായാലും മരിക്കാൻ പറ്റില്ല. എനിക്ക് ഋതപ്പന് 6 വയസ്സേ ഉള്ളൂ. അവനെ ഒരു 18 വയസ്സ് വരെ എങ്ങനെയും ഒക്കെ നോക്കി വളർത്തി ഇതുപോലെ വലുതാക്കണം. കിച്ചുവിന് 11 വയസ്സുള്ളപ്പോൾ നമുക്ക് കിട്ടിയതാണ്. എന്തായാലും 18 വയസ്സ് വരെ സൂചിച്ചാണുണ്ടായിരുന്നു. 18, 19, 20, 22 വയസ്സായി, 21 കഴിഞ്ഞു. അതുപോലെ ഋതപ്പനെ എനിക്ക് നോക്കണ്ടേ? എനിക്കിപ്പോ ചാകാൻ പറ്റുമോ? ഓക്കെ, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കാണും. രേണു സുധി ആ ഒരു വീഡിയോയിൽ പണ്ട് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. കിച്ചുവിനെയും ഋതപ്പനെയും എൻ്റെ 2 മക്കളെയും ഞാൻ ഒരുപോലെ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. കിച്ചുവിനിപ്പോൾ അങ്ങനെ പറയണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ മറ്റു ചില ആളുകളുടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന കിച്ചുവിനിപ്പോൾ പ്രായം ഏകദേശം 22 അവനൊരു യുവാവാണ്. അവൻ്റെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് അവന് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ രേണു പറയുന്നുണ്ട്. പക്ഷേ കിച്ചു പറഞ്ഞ പല കാര്യങ്ങളും എവിഡൻസ് ഉള്ളതാണ്. കിച്ചു ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അല്ലാണ്ട് രേണു സുധിയെ വന്ന് ഈ പറയുന്നത് പോലെ ചീത്ത പറഞ്ഞിട്ട് പോകുന്ന മറ്റുള്ള ഈ പറയുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അല്ലെങ്കിൽ രേണു സുധിയെ ഇഷ്ടപ്പെടാത്തവരും അവൾ അങ്ങനെ പോകുന്നവളാണ്, ഇവൾ ഇങ്ങനെ പോകുന്നവളാണ്, മറ്റേ ദുബായി പോകുന്നത് മറ്റേ പരിപാടിക്കാണ്, അങ്ങനെയൊന്നുമല്ല കിച്ചു പറഞ്ഞിട്ടുള്ളത്. കിച്ചു ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് എവിഡൻസ് വെച്ചിട്ടാണ് കിച്ചു ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ പറയുന്ന സുധിച്ചേട്ടൻ്റെ അന്ത്യോപചാര ചടങ്ങുകൾ അത് തൊട്ട് ഇപ്പോൾ വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സുധിച്ചേട്ടൻ്റെ അന്ത്യോപചാര ചടങ്ങുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു ചടങ്ങുകളുടെ ചെലവ് ഫ്ലവേഴ്സ് TV ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ രേണു സുധിയുടെ അച്ഛൻ ഈ പറയുന്ന ഒരു ബില്ല് ഏകദേശം 1,80,000 രൂപയിലധികം വരുന്ന ഒരു ബില്ല് കിച്ചുവിനെ ഏൽപ്പിച്ചിട്ട് ഇത് ഫ്ലവേഴ്സ് TVയിൽ കൊടുത്തിട്ട് പൈസയാക്കാനായിട്ട് പറഞ്ഞു. പക്ഷേ ഈ ഒരു കിച്ചുവിൻ്റെ അടുത്ത് ഫ്ലവേഴ്സ് TV ചില സംശയങ്ങൾ തോന്നിയിട്ട് അതിൻ്റെ അധികൃതർ കിച്ചുവിനോട് പറഞ്ഞു, കിച്ചു നീ പോയിട്ട് ഈ ഒരു ബില്ലൊക്കെ സത്യസന്ധമാണോ എന്ന് നോക്ക്, എന്നിട്ട് കൃത്യമായിട്ടുള്ള ബില്ല് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കിച്ചു ഈ പറയുന്ന തൻ്റെ കൂട്ടുകാരെ കൂട്ടിയിട്ട് ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ പോയി ആ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഏകദേശം മാക്സിമം പൈസയായിട്ട് വന്നിട്ടുള്ളത് 80,000 രൂപയിൽ താഴെയാണ്. അപ്പോൾ 1,00,000 രൂപയോളം ഈ പറയുന്ന സുധിച്ചേട്ടൻ്റെ അന്ത്യോപചാര ചടങ്ങുകളെ ബന്ധപ്പെടുത്തി വരെയും ഈ പറയുന്ന രേണുവും വീട്ടുകാരും മുക്കി. അപ്പോൾ രേണുവിൻ്റെ അച്ഛൻ ഈ പൈസ മുക്കിയത് രേണുവിന് അറിവില്ലാത്ത കാര്യമാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. രേണു സുധിയും അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു 1,00,000 രൂപയോളം സുധിച്ചേട്ടൻ്റെ അന്ത്യോപചാര ചടങ്ങുകളെ ബന്ധപ്പെട്ട് വരെ മുക്കിയത്. അതിൽ പിന്നീട് കിച്ചു പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സത്യം തന്നെയാണ്. അത് കിച്ചു പറയുന്നതും കിച്ചു കാണിക്കുന്ന പല പല എവിഡൻസും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പറയുന്നത് പോലെ രേണു സുധി എന്നെ നോക്കിയിട്ടില്ല, എന്നെ നോക്കേണ്ട ഒരു രീതിയിലും എന്നെ നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന രേണു സുധി പറയുന്നത് പോലെ അവരെന്നെ ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ട് സഹായിക്കാറില്ല എന്നുള്ള രീതിയിലൊക്കെ കിച്ചു വ്യക്തമായിട്ട് ഈ പറയുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നീട് പല കാര്യങ്ങളും രേണു സുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് എക്സ്പോസ് ചെയ്ത് കിച്ചു കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് രേണുവിനോട് ചോദിക്കുന്ന സമയത്ത് രേണു പറയുന്നത് പല ആളുകളും പുറകിൽ നിന്ന് കുത്തിയിട്ടാണ് ഈ പറയുന്ന
കിച്ചു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ ഷഫീന ബീവിയെ പറ്റിയാണ്. ഷഫീന ബീവി ഈ ഒരു കിച്ചുവിനെ വിളിക്കാറുണ്ട് ഇടക്കിടക്ക്, എന്നിട്ട് വിളിച്ചിട്ട് ഈ പറയുന്ന രേണുസുതിയെ ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷഫീന ബീവി ആണെങ്കിലും രേണുസുതി ആയാലും രണ്ടും ഉടായ്പാണ്. കിച്ചു എങ്ങനെയെങ്കിലും ഈ ഒരു കിണറ്റിൽ നിന്ന് നീന്തിക്കേറി പോകുന്നതായിരിക്കും നല്ലത്. കാരണം രണ്ടും ഉടായ്പാണ്. കിച്ചുവിന് ഇവർ വഴി യാതൊരു ഉപകാരവും കിട്ടാനില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിച്ചുവിന് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്, കിച്ചു ഇടുന്ന വീഡിയോസ് കാണാനായിട്ട് ആളുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സുധിച്ചേട്ടൻ്റെ മകനോടുള്ള ആ ഒരു ജനങ്ങളുടെ ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടം ഇപ്പോഴും കിച്ചുവിനോടുണ്ട്, ആ ഒരു വാത്സല്യം ഇപ്പോഴും കിച്ചുവിനോടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറത്താണ് കിച്ചുവിൻ്റെ വീഡിയോസിനൊക്കെ താഴെ ഇത്രയും ഒരുപാട് പേരുടെ സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിച്ചുകൊണ്ട് അവർ കമൻസ് ഇടുന്നത്, ഇത്രയും ഫോളോവേഴ്സ് കൂടുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്ടവും സപ്പോർട്ടും ഒന്നും കളയാണ്ട് കിച്ചു ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ എത്താൻ പറ്റും. അല്ലാണ്ട് ഈ രണ്ട് ഗണങ്ങളുടെയും ഇടയിൽ നിന്നിട്ടുണ്ടെങ്കിൽ കിച്ചു ഒരിക്കലും വിജയിക്കില്ല, ജീവിതത്തിൽ തോറ്റു, ഉറപ്പുള്ള കേസാണ് ഇത്, നിങ്ങൾക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും കിച്ചുവിനെ ബന്ധപ്പെട്ടുകൊണ്ട് രേണുസുതി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുന്നവർക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. കുറേയൊക്കെ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന രേണുസുതിയുടെയൊക്കെ പ്ലാനിങ് ആയിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഈ പറയുന്ന പോലെ ഷഫീന ബീവിയെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സൊക്കെ വിളിച്ചിട്ട് രേണുസുതിയെ പറ്റി പല കാര്യങ്ങളൊക്കെ കിച്ചുവിൻ്റെ അടുത്ത് ചോദിക്കാനും അതൊരു കോണ്ടന്റ് ആക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഈ പറയുന്ന രേണുസുതി ദുബായി പോകുന്നത് ഇനോഗ്രേഷൻസിനും ഈ പറയുന്ന പാർട്ടി പരിപാടികൾക്കൊന്നുമല്ല, ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനാണെന്ന് പറയുന്നവർ വരെയുണ്ട്. ഈ പറയുന്ന കുറേ പണം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ടിങ്ങിനും ഇമ്പോർട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രേണുസുതി അടിക്കടി ദുബായി പോകുന്നത്. അല്ലാണ്ട് ഇവരെയൊക്കെ ആരും എന്തിനു വിളിക്കാനാണെന്നൊക്കെ ചോദിക്കുന്ന കുറേ വീഡിയോസ് ഈ ഷഫീന ബീവി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കിച്ചുവിനോട് സംസാരിക്കുന്ന സമയത്ത് കിച്ചു ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതാവും, അല്ലെങ്കിൽ കിച്ചുവിനോടുള്ള ആ ഒരു സ്നേഹവും സപ്പോർട്ടൊക്കെ പയ്യെ പയ്യെ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് ജനങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര മോശപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊന്നും എവിഡൻസ് ഇല്ലാതെ ഷഫീന ബീവിയൊക്കെ വായ തോന്നിയത് കോതയ്ക്ക് വാട്ടെന്നുള്ള രീതിയിൽ പറയുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്ന രേണുസുതിയുടെ കേസാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരത്തി ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. പിന്നെ പുള്ളിക്കാരത്തി പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. രേണുസുതിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് മുമ്പും വീഡിയോസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, രേണുസുതിക്ക് തൻ്റെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, എവിടെ വേണമെങ്കിലും പോവാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിക്കാം, എക്സ്പോസ് ചെയ്ത് അഭിനയിക്കാം, അതിനൊന്നും യാതൊരു തെറ്റുമില്ല. ഇതൊക്കെ അനുവദിക്കുന്നൊരു രാജ്യത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും രേണുസുതി ചെയ്യുന്ന ഒരു കാര്യവും നമുക്ക് തെറ്റാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അനാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് ഇടപെട്ടുകൊണ്ട് വെറുതെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. കാരണം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ രേണുസുതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ എത്രത്തോളം വീഡിയോസാണ് കാണുന്നത്. കാണുന്ന വീഡിയോസിൽ 80% കൂടുതലും കുറേ നെഗറ്റീവ് വീഡിയോസാണ്, കുറേ മോശപ്പെട്ട വീഡിയോസാണ്. അപ്പോൾ ഇതിനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കിച്ചു ഒക്കെ ഇതിൻ്റെ പുറകെ പോകാൻ പോയിട്ടുണ്ടെങ്കിൽ കിച്ചുവിനും ഇത്തരത്തിലുള്ള മോശപ്പേര് ചീത്തപ്പേരും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ മറ്റേ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞതുപോലെ കിച്ചു ഇതിനകത്തൊന്നും ബന്ധപ്പെടാണ്ട് മര്യാദക്ക് തൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ ഷഫീന ബീവിയൊക്കെ ജനിച്ചപ്പോഴേ ഉടായിപ്പാണ് പുള്ളിക്കാരത്തി, ഇടുന്ന എല്ലാ വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്